കൊച്ചുനാളിലെ അടിച്ചേൽപ്പിച്ച് പ്രാർത്ഥിപ്പിച്ചു എന്നൊരു സങ്കടം റേനുവിന് കിടപ്പുണ്ട്. കുറച്ചധികം പള്ളിപ്പോക്കിൻ്റെ വിക്റ്റിമാണ് റേനു. അതിനകത്ത് ചിന്തിക്കേണ്ടതെന്നറിയാമോ? പള്ളിയിൽ പോയത് മാത്രമല്ല, ബാക്കി എല്ലാം ഇതുപോലായിരുന്നു. റേനുവിനെ കഴിപ്പിച്ചത് ഇതുപോലായിരുന്നു, കുളിപ്പിച്ചത് ഇതുപോലായിരുന്നു, സ്കൂളിൽ കൊണ്ടുപോയത് ഇതുപോലായിരുന്നു. എല്ലാം ഒരു ടോർച്ചറിങ് എക്സ്പീരിയൻസ് ആയിരുന്നു ആ കാലത്ത്. എൻ്റെ ചെറുപ്പത്തിലെ പ്രാർത്ഥന ഓർമ്മ എന്ന് പറയുന്നത് എൻ്റെ വീടൊരു പള്ളിയുടെ മുന്നിലാണ്. അപ്പോൾ അതൊരു തെറ്റല്ല. അല്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഞാനവിടെ ജനിച്ചു. അപ്പോൾ 6:45 സന്ധ്യാപ്രാർത്ഥന, മണിയടി കറക്റ്റാണ്, കൃത്യമാണ്. രാവിലെ കുർബാനയ്ക്ക് പോവുക, വൈകുന്നേരം 6:45 7 മണിക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്യും. ഈ സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ട് കളിച്ചോ എന്തെങ്കിലും TV എന്തെങ്കിലും ഒരു സമയത്താണ് പള്ളിമണി അടിച്ച നിമിഷം രേണു ടോം പ്രാർത്ഥന. ഇത് ഞാൻ വിചാരിച്ചു ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് എൻ്റെ വീട്ടിൽ. അപ്പോൾ എൻ്റെ ഹിന്ദു സുഹൃത്തുക്കൾ പറഞ്ഞാൽ ഞങ്ങൾ നാമം ജപിക്കുന്ന ആ സമയത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ വഴക്കുണ്ടാക്കിയും വന്നും ഇരുത്തിയിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ എനിക്കുണ്ട്. അത് നിർബന്ധിച്ച് പ്രാർത്ഥിപ്പിക്കുക. പക്ഷേ എൻ്റെ കോൺസെപ്റ്റ് ഓഫ് അച്ഛൻ പറഞ്ഞ പോലെ എനിക്ക് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക, അതിന് ഇന്നൊരു സമയം ഉള്ളതില്ല, ഇന്നൊരു സ്ഥലം എന്നുള്ളതില്ല, പ്രാർത്ഥിക്കുക എന്നുള്ളത്. അപ്പോൾ ശരിക്കുള്ളൊരു പ്രാർത്ഥന എന്ന് പറയുന്നത് എങ്ങനെയാണ്? എനിക്കൊരു മെഡിറ്റേറ്റിംഗ് ഒരു ഇഫക്റ്റാണ്. എൻ്റെ ശാന്തതയിൽ, എൻ്റെ സ്വസ്ഥതയിൽ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്. ഇതിങ്ങനെ നിർബന്ധിച്ച് തല്ലിപ്പഴിപ്പിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ശരി. റേനു പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ പറഞ്ഞു വന്നപ്പം അച്ഛൻ റോൾ റേനു എടുത്തും സംശയമായിപ്പോൾ എനിക്ക്. അത്രയും കാര്യമായിട്ടാണ് പ്രാർത്ഥന. യെസ്, ആദ്യത്തെ പാർട്ട് ആദ്യം അഡ്രസ്സ് ചെയ്യാം. അതായത് കൊച്ചുനാളിലെ അടിച്ചേൽപ്പിച്ച് പ്രാർത്ഥിപ്പിച്ചു എന്നൊരു സങ്കടം റേനുവിന് കിടപ്പുണ്ട്. കുറച്ചധികം പള്ളിപ്പോക്കിൻ്റെ വിക്റ്റിമാണ്, അതിൻ്റെ ഒരു വിക്റ്റിമാണ് റേനു. അതിനകത്ത് ചിന്തിക്കേണ്ടതെന്നറിയാമോ? പള്ളിയിൽ പോയത് മാത്രമല്ല, ബാക്കി എല്ലാം ഇതുപോലായിരുന്നു. റേനുവിനെ കഴിപ്പിച്ചത് ഇതുപോലായിരുന്നു, കുളിപ്പിച്ചത് ഇതുപോലായിരുന്നു, സ്കൂളിൽ കൊണ്ടുപോയത് ഇതുപോലായിരുന്നു. എല്ലാം ഒരു ടോർച്ചറിങ് എക്സ്പീരിയൻസ് ആയിരുന്നു ആ കാലത്ത്. നമ്മളൊന്നും അത്ര താല്പര്യത്തോടെ ഒന്നും ആ കാലത്ത് ചെയ്തിട്ടില്ല. അതിലൊന്നു മാത്രമാണ് പ്രാർത്ഥന. മറ്റതൊക്കെ നമ്മൾ പിന്നീട് എൻജോയ് ചെയ്ത് തുടങ്ങിയപ്പോൾ അതൊന്നൊരു കുറ്റമല്ലാതെ മാറുകയും, പ്രാർത്ഥന ഇപ്പോഴും അത്ര ഒരു എൻജോയ്മെൻറ്റ് ഫാക്ടർ അല്ലാത്തതുകൊണ്ട് അതിനെ നമ്മൾ കുറ്റമാക്കി വെച്ചെന്നേ ഉള്ളൂ. ഉദാഹരണത്തിന് ചെറുപ്പത്തിൽ വാക്സിനേഷൻ എടുത്തത് റേനുവിൻ്റെ അമ്മ ചോദിച്ചു, റേനു വേദന എടുക്കും, നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, നീ പറ എന്ന് പറഞ്ഞ് തലയാട്ട് കിട്ടിയിട്ടാണോ ഇഞ്ചക്ഷൻ എടുത്തത്? അല്ല. എന്താ ചെയ്തത്? നല്ലതാണെന്നറിയാവുന്നൊരു കാര്യം അമ്മ റേനുവിന് നൽകി. അതുപോലെയായിരുന്നു ഈ പ്രാർത്ഥനയും സ്പിരിച്വാലിറ്റിയൊക്കെ. അത് നിങ്ങൾ ശുദ്ധ മനസ്സോടെ ചെയ്തതാണ്. ഞാൻ അങ്ങനെ അതിനെ മനസ്സിലാക്കുന്നു. അവരറിഞ്ഞൊരു നല്ലതിനെ, ഒരു നേരിനെ അവരുടെ കുട്ടി നേരത്തെ അറിയണമെന്ന് ആഗ്രഹിച്ചു. അതാണ് ചെയ്തത്. പക്ഷെ അപ്പോഴും പേരൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മേക്ക് ഷുവർ ദാറ്റ് യുവർ കിഡ്സ് ആർ എൻജോയിങ് ദിസ് പ്രയർ. ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ടോർച്ചറിങ് ആക്കി മാറ്റുന്നുണ്ട് പേരൻസ്. എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പേരൻസോട് സംസാരിക്കുമ്പോൾ പറയും, ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് പിള്ളേരെ വെറുപ്പിക്കരുത്. അങ്ങനെ ചെയ്താൽ ഒടുക്കം പിള്ളേർക്ക് ദൈവത്തോട് തന്നെ വെറുപ്പായി പോകും. അത് നിങ്ങളുടെ കീഴിൽ നിൽക്കുന്ന കാലത്ത് അവർ പ്രാർത്ഥിക്കും. കാരണം അവർ മൈനറാണ്, ഡിപ്പെൻഡൻ്റ് ആണ്. അവരുടെ തന്നെ കാലം നിൽക്കുന്ന ഒരു കാലം വരും. അന്ന് അവർ ആദ്യം തള്ളി പറയുന്നത് നിങ്ങൾ പഠിപ്പിച്ച ഈ പ്രാർത്ഥനകളും ഈ ദൈവത്തെ ആയിരിക്കും. അതിൻ്റെ മെയിൻ കാരണം ദൈവത്തോട് ഇഷ്ടക്കരുണ്ടായിട്ടല്ല. അവർക്ക് മനസ്സിലായി അമ്മയെ തോപ്പിക്കാൻ ഇതാണ് ഏറ്റവും നല്ല ആയുധം. എനിക്ക് ദൈവവിശ്വാസമില്ലെന്ന് പറഞ്ഞാൽ അമ്മയൊന്ന് പത്തി താഴ്ത്തു. അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. നമ്മൾ ഓർക്കേണ്ടതൊരു ദിവസം വരും അവരുടെ ലൈഫിൽ, അന്ന് നമ്മൾ ഉണ്ടാകണമെന്ന് പോലും ഇല്ല, ഒന്നും ഹെൽപ്പ് ചെയ്യാത്തൊരു ദിവസം വരും. അവർ പഠിച്ചെടുത്ത വിദ്യാഭ്യാസവും അവർ നേടിയെടുത്ത സമ്പത്തും അവരുടെ സ്വാധീനവും സത്പേരും ഒന്നും തുണയ്ക്കെത്താത്തൊരു ദിവസം വരും. അന്ന് അപ്പനും അമ്മയും പോലും ഉണ്ടാകണമെന്നില്ല. അന്ന് അവരെങ്ങോട്ട് കണക്റ്റഡ് ആവും. അന്ന് ഫെയ്ത്ത് ചെറുപ്പത്തിൽ കിട്ടാത്ത കുഞ്ഞുങ്ങൾ സങ്കടപ്പെടും. എൻ്റെ അപ്പനും അമ്മയും എനിക്കെല്ലാം തന്നു, ദൈവത്തെ തന്നില്ലല്ലോ. അവനത് ചോദിക്കാൻ കാര്യം, അവൻ കാണുന്നുണ്ട് അപ്പുറത്തെ മുറിയിൽ അവൻ്റെ ഫ്രണ്ടുണ്ട്, അവനൊരു സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ അവൻ ദൈവത്തിലേക്ക് കണക്റ്റഡ് ആവുകയും റിക്കവർ ആകുന്നതും കണ്ടു. ഇവൻ അങ്ങനെ ഒരു ഹോപ്പേ ഇല്ല, എങ്ങോട്ട് കണക്ട് ചെയ്യണമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് കുഞ്ഞുനാളിലെ ഫെയ്ത്ത് ഫോർമേഷൻ എന്ന് പറയുന്നത് ചാർജിങ് സ്പോട്ട് എവിടെ നിന്ന് കാണിച്ചു കൊടുത്താൽ മതി. സമയമാകുമ്പം അത് നിങ്ങൾ പോയി പ്ലഗ് ചെയ്യട്ടെ. അതിനുള്ള ഫോർമേഷൻ ഒന്നും അറിയാൻ മേലാതായി പോയാലോ, ചുമ്മാ ഇങ്ങനെ പരതി നിൽക്കത്തില്ലേ, അത് വരാതിരിക്കും. അത്രയും കൊടുക്കുക. അത് കൊടുക്കണം, അത് ഒഴിഞ്ഞു മാറരുത്. യെസ്.